എങ്കിൽ പിന്നെ നിനക്ക് ആ ചെരുപ്പ് താഴ്ത്തിട്ട് തൊടാമായിരുന്നില്ലടാ. അതിന് നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ സർക്കസ് കാണിക്കാൻ? ആഹാ, അപ്പൊ അവര് നിന്നെ ഒക്കത്തെടുത്ത് വെച്ച് നടക്കായിരുന്നല്ലേ? നല്ല മനുഷ്യർ, പൂവർ പില്ലോസ്. അതല്ലടാ, ഗേറ്റ് തുറന്ന് അകത്ത് കയറിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഭാഗത്തുനിന്ന് പശുക്കുട്ടിയെയും കൊണ്ട് കുറെ പേര്, മറുഭാഗത്തുനിന്ന് അയ്യര്. കുഞ്ഞുകുട്ടി പരാതിനെ എല്ലാം കൂടെ നെല്ലിക്കാ കൊട്ടയുടെ കുത്തു വിട്ട മാതിരി എന്റെ പുറത്തോട്ട്. ഏതായാലും അവിടുന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം. അയ്യോ അതെന്താ? ആ ജോലിയൊന്നും നമുക്ക് ശരിയാവില്ല. ഒരു ഡീസൻസി ഇല്ലെന്നേ. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെറ്റപ്പിന് പറ്റിയ ഒരു ജോലിയുണ്ട്. ഓ, പോക്കറ്റടി ആയിരിക്കും. അയ്യോ, അത് പാവങ്ങളാ, ഞങ്ങളുടെ പണിയല്ലേ? അതെ. റാണി പറഞ്ഞ പോസ്റ്റിൽ ഇപ്പോഴും ഒരാൾ ഇരിപ്പുണ്ട്. ആരത്? ഇവിടെ ലൈൻമാൻ പരീക്ഷേട്ടൻ. ലൈൻ പഠിക്ക്. അയ്യടാ, പൈസേട്ടാവണോ? കൃഷ്ണൻകുട്ടി ഡോക്ടറായാലോ? അല്ല പിന്നെ വക്കീലാക്കാം. ഹലോ, മന്ത്രിയാക്കാം. പോടാ, നിനക്ക് പറ്റിയൊരു പണിയുണ്ട് കേട്ടോ. ഇന്ന് അദ്ദേഹം വരുമ്പോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഗേറ്റ് തുറന്നു കിടന്നപ്പോ താൻ എവിടെ ആയിരുന്നു? ഞാനവിടെ ഉണ്ടായിരുന്നു കൊച്ചമ്മേ. എന്റെ കൊച്ചമ്മയെ പശുവിനെയും കൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഗേറ്റിന്റെ മുന്നിലും വഴിയിലും ഒക്കെ നോക്കിയതാ. ഒരു ഈച്ച പോലും ഇല്ലായിരുന്നു. പിന്നെ മാനത്തുനിന്ന് പൊട്ടി വീണാണോ ചെരുപ്പുകാരൻ? എന്റെ ബലമായ സംശയം ഏതോ ശത്രുപക്ഷക്കാർ പറഞ്ഞു വിട്ടായിരിക്കണം അവനെ. ശത്രു ആയാലും മിത്രം ആയാലും കൊള്ളാം, ആള് തിരിച്ചു വരുമ്പോ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കണം. സുബ്രഹ്മണ്യം, താനൊരു കാര്യം ചെയ്യും, സന്തോഷമായിട്ട് വീട്ടിൽ ചെന്നിട്ട് മറ്റെന്തെങ്കിലും പണി കിട്ടുമെന്ന് ആലോചിക്കാൻ സമയം കളയണ്ട. അയ്യോ, അങ്ങനെ ഞാൻ മാത്രം പുറത്തു പോകുന്നു കരുതണ്ട. പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ പോകത്തുള്ളൂ. മുത്തേ, കനകം സക്സസ് ആയിച്ച്. ഓണക്കാര്യം സക്സസ് ആയിച്ച്. ആട്ടവരെ കനകം വാ. സുബ്രഹ്മണ്യം പുടി, കനകം സക്സസ് ആയിച്ച്. സക്സസ്. നമ്മ കേസ് ജയിച്ചാച്ചി. പണത്തേക്ക് സുബ്രഹ്മണി അല്ല പടക്ക കൂട്ട പൊട്ടിക്കടാ. ആരായിരുന്നു വെങ്കിടി ചെരുപ്പുമായി ചെറുപ്പക്കാരൻ? അവനെ ഞങ്ങൾ അപ്പോഴേ പുറത്താക്കി സാർ. ബുദ്ധി ഉറക്കാതെ അതൊരു വിദ്യയാണ് സാർ. ഇല്ലെങ്കിൽ ചെരുപ്പ് ഒരു കൈ പിടിച്ച് ശമന വഴി വന്നിക്കോ. ചെരുപ്പാലടുപ്പേ. ആ നിന്നത് വെറും ചെറുപ്പക്കാരനല്ല, എന്റെ മുത്തച്ഛൻ. മുത്തച്ഛനോ? ദൈവദൂതൻ, എന്റെ മുത്തച്ഛൻ. അവന്റെ കയ്യിലിരുന്നത് വെറും ചെരുപ്പല്ല, റബ്ബർ ചെരുപ്പാണ് സാർ. കമ്പനി ബാരകൻ ഞാൻ കണ്ടതാ. കനകം, അന്ന് നമ്മൾ തൃഷ്ണാപ്പള്ളിയിൽ ഏടെടുക്കാൻ പോയപ്പോൾ ഏടിൽ പറഞ്ഞൊരു കാര്യം നീ ഓർക്കുന്നുണ്ടോ? എന്റെ 41ാമത്തെ വയസ്സിൽ വിളിക്കാതെ ക്ഷണിക്കാതെ അലഞ്ഞു തിരിഞ്ഞു വരുന്ന സൗഭാഗ്യവാനെ കുറിച്ച്. മരിച്ചുപോയ എന്റെ മുത്തച്ഛന്റെ പുനർജന്മം. ആ പുനർജന്മമാണ് കനകം ഊരിപ്പിടിച്ച ചെരുപ്പുമായി നിന്നിരുന്ന ചെറുപ്പക്കാരൻ. ശരിയാണ് സാർ, കണ്ടപ്പോഴേ എനിക്ക് തോന്നാതിരുന്നില്ല ഒരു രാജകലയുണ്ട് ആ മുഖത്ത്. ആരാണ് ആ യുവകോമളൻ? കോമളനല്ല സാർ, കൃഷ്ണൻകുട്ടിന്നാ. പൊന്നപ്പ സാറിന്റെ കത്തുമായിട്ടാ വന്നത്. സത്യമായിട്ട് സാറിന്റെ മുത്തച്ഛനാണെന്ന് ഞാൻ അറിഞ്ഞില്ല സാർ. കൂപ്പിടാ പൊന്നപ്പനെ. ഫോണിൽ കൂപ്പിടാ. ഹലോ ഹലോ പൊന്നപ്പൻ, ഹലോ. ഹലോ, അതെ. നമസ്കാരം. എടോ, താൻ കത്ത് കൊടുത്തു വിട്ട കൃഷ്ണൻകുട്ടിയില്ലേ, അവനെ എവിടെ ഉണ്ടെങ്കിലും ഇന്ന് സന്ധ്യക്ക് മുമ്പ് അവൻ എന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഓക്കെ? കൊണ്ടുവരാ സാർ. ശ്യാമളെ, എന്റെ തപ്പിയെടുത്താലേ തൊപ്പിയെടുത്തോ, വേഗം വേണം, അല്ലേ അത് തെറിക്കും. എന്ത് ചെയ്തല്ലോ? ജീപ്പ് ഡീസൽ ഉണ്ടെങ്കിൽ എടുത്തോ. ശരി സാർ. അവരാണ് ഇടിച്ചത്. അതൊക്കെ ഞാനൊന്നും ചെയ്തല്ല. നീ സ്റ്റേഷനിൽ വരാത്ത ഇപ്പൊ വീണേ. നീ എന്നെ വഴിയാധാരമാക്കി ഇറങ്ങും അല്ലടാ കൃഷ്ണ. ഞാൻ എന്ത് ചെയ്തിട്ടാ സാർ? മനസ്സാ വാചാ കർമ്മണ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. അയ്യരന്റെ കൺകണ്ട ദൈവമാ, അറിയാമോടാ നിനക്ക്? അഴകിയ അയ്യർ, അവനെ ഞാൻ പിടിച്ചു. അവന്റെ ഒരു വാല അവൻ ജീപ്പിലുണ്ട്. എന്നാ കള്ള കഴിവറ മോനെ, കള്ള കഴിവറ മോനെ, നീ പൊന്നപ്പന്റെ പേര് ചീത്തയാക്കോലടാ. എന്നെ വിട്, കൊടുക്കട്ടെ. ഇവിടെ സമസ്യ വലതുകാലം വെച്ച് அம்மா வராங்க. എനിക്ക് ആലോചിച്ചു
വച്ചോളൂ. പെരിയ പെരിയ ആളുകൾ വരുമ്പോ മാത്രം തുറക്കുന്ന മുറിയാണിത്. അയ്യോ പിന്നെന്തിനാ ഇപ്പൊ തുറന്നത്? കുട്ടികൃഷ്ണൻ ചേട്ടന് വേണ്ടി. കുട്ടി കൃഷ്ണനല്ല, കൃഷ്ണൻകുട്ടി. എന്ത് കുട്ടിയായിരുന്ന എന്താ? വലിയ സാർ പറഞ്ഞെന്താന്നറിയാവോ? ചേട്ടന് കുട്ടികളുടെ മുഖമാണെന്ന്. ഓ അയ്യടാ. അയ്യോ എന്ത് പറ്റി? ഇതേ ഫോറിനാ. വലിയ സാറിന് ഒരു സിക്കുകാരൻ സമ്മാനം കൊടുത്താ. ദോണ്ട AC, അത് കണ്ട TV, 36 ചാനലുണ്ട്. ദോണ്ടേ കോളിംഗ് ബെല്ല്. എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചാ മതി, കുമുദ ഓടി ഓടി വരും. ഞാൻ എന്തിനാ വിളിക്കുന്നത്? അല്ല, വിളിച്ചാ മതിന്ന് പറയായിരുന്നു. അതെ ഏ, എന്നെ വിളിച്ചോ? വിളിച്ചു. എന്നെ എന്തിനു വേണ്ടി അതിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നത്? സത്യം പറ. അതല്ല, അപ്പുറം മനസ്സിലാക്കിക്കോളൂ. മാറോ? അയ്യോ അയ്യോ, എനിക്ക് മുടിയില്ല. അതെ, ആ കൊച്ചെന്താ പറഞ്ഞിട്ട് പോയത്? എനിക്കൊന്നും മനസ്സിലായില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാടാ. ഞാൻ മനസ്സിലാക്കി തരാടാ. നിന്റെ നാളെന്താണ്? മകം. മകമല്ല, മുഖം. ഇങ്ങോട്ട് വന്നിയോ നീ? ചേട്ടാ, ചേട്ടനെ കണ്ടപ്പോ ഞാൻ എന്റെ മരിച്ചുപോയ അമ്മാവനെ ഓർത്തുപോയി. അതേ നിറം, അതേ പല്ലുകൾ, അതേ മുഖശ്രീ, അതേ ഗാംഭീര്യം. സംസാരമാണെങ്കിൽ അത് തന്നെ. ആ അമ്മാവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചേട്ടൻ പറ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നത്? തെറ്റ് ചെയ്ത് നീയല്ല, ഞാനാ. അന്ന് ഗേറ്റ് പൂട്ടിയിരുന്നെങ്കിൽ, പശുവിന്റെ കയറി പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു. അല്ല, ചേട്ടനും പശുവായിട്ട് എന്താ ബന്ധം? പശു നീയുമായിട്ടാണ് ബന്ധം. ഇന്നലെ വരെ മുതലാളി ശകുനം കണ്ടിരുന്നത് പശുക്കുട്ടിയായിരുന്നെങ്കിൽ ഇനി മുതൽ ശകുനം കാണുന്ന നിന്നെയാണ്. പശുക്കുട്ടിക്ക് പകരം കൃഷ്ണൻകുട്ടിയെ. ഫാത്തിമ, ഈശോ. കനക കൊച്ചമ്മയോട് ടിഫിൻ എടുത്ത് വെക്കാൻ പറയൂ. ഒന്ന് മാറി നിൽക്കൂ, ബോഡി തൊട്ട് അശുദ്ധമാക്കണ്ട.